നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് കുറച്ചു നേരം ചിലവഴിച്ചാൽ നമ്മുടെ ആരോഗ്യനിലയെക്കുറിച്ചും രോഗാവസ്ഥയെക്കുറിച്ചുമെല്ലാം അറിയാൻ കഴിഞ്ഞാലോ? 25 വർഷത്തോളമായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ സീനിയർ ന്യൂറോളജിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ കെ ഉമ്മർ രൂപകൽപ്പന ചെയ്ത ആപ്പ് വഴിയാണ് ജീവിതശൈലീ രോഗങ്ങൾ അടക്കമുള്ള പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള മുന്നറിയിപ്പുകളും അവക്കുള്ള പരിഹാര നിർദ്ദേശങ്ങളും ലഭിക്കുന്നത്. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലീ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, അർബുദം, പക്ഷാഘാതം, അൾഷിമേഴ്സ്, പാർക്കിൻസൺ, വൃക്കരോഗം തുടങ്ങി പലതരത്തിലുള്ള അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സാമൂഹിക നന്മ ലക്ഷ്യമിട്ട് ഇത്തരമൊരു പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. മൊബൈൽ ഫോണിൽ ലഭ്യമാകുന്ന ചോദ്യാവലിക്ക് നേരെ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് രേഖപ്പെടുത്തിയാലുടൻ വ്യക്തികളുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള സാമാന്യ വിവരങ്ങൾ വാട്സപ്പിൽ ലഭ്യമാവും. രോഗസാധ്യതകളുണ്ടെങ്കിൽ അതു സംബന്ധിച്ച വിവരങ്ങളും ലഭിക്കും. ചോദ്യങ്ങളിലൂടെയും ഉപചോദ്യങ്ങളിലൂടെയും ലഭിക്കുന്ന വിവരങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്താണ് ഉത്തരങ്ങൾ നൽകുന്ന വ്യക്തിയുടെ രോഗാവസ്ഥകൾ കണ്ടെത്തുന്നത്. ഭക്ഷണരീതി, വ്യായാമം, ലഹരി ഉപയോഗം, പാരമ്പര്യ രോഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ വിവരങ്ങളാണ് വിശകലനത്തിന് വിധേയമാക്കുക. സമൂഹത്തിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഉപകാരപ്പെടണം എന്ന ലക്ഷ്യത്തോടെയാണ് സൗജന്യമായി ഈ സേവനം ലഭ്യമാക്കുന്നത്. രോഗങ്ങളും രോഗസാധ്യതയും കണ്ടെത്തിക്കഴിഞ്ഞാൽ ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ വാട്സപ്പ് വഴി നൽകുകയും ചെയ്യും. വളരെ സാധാരണക്കാരായ വ്യക്തികൾക്ക് പോലും എളുപ്പത്തിൽ വായിച്ചു മനസ്സിലാക്കാനും ഉത്തരം രേഖപ്പെടുത്താനും കഴിയുന്ന വിധത്തിൽ ലളിതമായ രീതിയിലാണ് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്നത് എന്നതും ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകതയാണ്. ചോദ്യാവലിയിൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുന്ന വ്യക്തികൾ അവരുടെ പേര്, ഇനീഷ്യൽ, വയസ്സ്, ഉയരം, തൂക്കം, ഇമെയിൽ ID, വിലാസം, സ്ഥലപ്പേര് എന്നിവ മാത്രം നൽകിയാൽ മതിയാവും. ഏതെങ്കിലും പ്രദേശത്ത് ഒരു പ്രത്യേക തരം രോഗത്തിൻ്റെ സാന്നിധ്യം കൂടുതലായുണ്ടോ എന്നറിയാൻ മാത്രമാണ് സ്ഥലം രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുന്നത്. അതേസമയം ഇതിലൂടെ നൽകുന്ന വിവരങ്ങൾ തികച്ചും രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യും. ചോദ്യാവലിയിലെ എല്ലാ കോളവും പൂരിപ്പിച്ച ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം വ്യക്തിയുടെ ഫോണിലെ വാട്സപ്പിൽ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങളും നിർദ്ദേശങ്ങളും രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങളും വിശദമായി ലഭിക്കും. അതിനനുസരിച്ച് വ്യക്തിക്ക് ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ലഭിക്കും. 2016 കോഴിക്കോട് പഴയങ്ങാടി കേന്ദ്രീകരിച്ച് രൂപവൽക്കരിച്ച സമർപ്പണം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സന്നദ്ധ സംഘടനയുടെ കീഴിലാണ് മറ്റ് സേവനങ്ങളോടൊപ്പം രോഗങ്ങളെക്കുറിച്ചുള്ള ഓൺലൈൻ ബോധവൽക്കരണവും നടന്നുവരുന്നത്. അബുദാബിയിൽ വെച്ച് നടന്ന വേൾഡ് സ്ട്രോക്ക് കോൺഫറൻസ് 24ൽ പങ്കെടുക്കവേ അവിടെ അവതരിപ്പിക്കപ്പെട്ട പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട ആപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സമർപ്പണം ഏറെ മികച്ചതും ഫലപ്രദവുമാണെന്ന് ഡോക്ടർ ഉമ്മർ പറഞ്ഞു. ന്യൂസിലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന AUT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രോക്ക് ആൻഡ് അപ്ലൈഡ് ന്യൂറോ സയൻസസ് എന്ന ഗവേഷണ സ്ഥാപനമാണ് സ്ട്രോക്ക് റിസ്കോമീറ്റർ എന്ന ആപ്പ് വേൾഡ് സ്ട്രോക്ക് കോൺഫറൻസിൽ അവതരിപ്പിച്ചത്. സമർപ്പണത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞ ഈ വിദേശ ഇൻസ്റ്റിറ്റ്യൂട്ട് സഹകരണ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അതു സംബന്ധിച്ച ചർച്ചകൾ നടത്തിവരികയാണെന്നും ഡോക്ടർ ഉമർ അറിയിച്ചു. ഓരോ 3 മാസം കൂടുന്തോറും ഈ സർവേയിൽ പങ്കെടുക്കുക വഴി വ്യക്തികളുടെ ആരോഗ്യനിലയിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും കൂടുതൽ ചികിത്സയിലും ജീവിതശൈലിയിലും കൂടുതൽ ശ്രദ്ധിക്കാനും കഴിയും. പ്രവാസികളിൽ ജീവിതശൈലീ രോഗങ്ങളും ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളും കൂടുതലായി കണ്ടുവരുന്ന ഈ സാഹചര്യത്തിൽ താൽപ്പര്യമുള്ള ഗൾഫ് മലയാളി സംഘടനകളുമായും പ്രവാസി കൂട്ടായ്മകളുമായും സഹകരിച്ച് പ്രവർത്തിക്കാൻ പദ്ധതിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യപരമായ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.